കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ GDP ഇരട്ടിച്ച് $4.2 ട്രില്യൺ ആയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് വർഷത്തെ യഥാർത്ഥ GDP വളർച്ചാ നിരക്ക് 6.5% IMF. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. വോട്ട് ചെയ്യുന്നതിന് അമേരിക്കൻ പാസ്പോർട്ടോ ജനന സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കുന്ന തരത്തിലാണ് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നത്. സാംസങ്ങിനോട് 5150 കോടി രൂപ നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ. നികുതി ഒഴിവാക്കാൻ ടെലികോം അനുബന്ധ ഉപകരണങ്ങളുടെ ഇറക്കുമതി തെറ്റായി തരംമാറ്റിയതിനാണ് നടപടി. ഓൺലൈൻ ഗെയിമിംഗിനെതിരെ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. നിയമവിരുദ്ധമായ ഓൺലൈൻ പണ ഗെയിമിംഗ് സ്ഥാപനങ്ങളുടെ 357 വെബ്സൈറ്റുകൾ പൂട്ടിച്ചു. 700 സ്ഥാപനങ്ങൾ അന്വേഷണത്തിലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് GST ഇന്റലിജൻസ്. 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 10 രൂപ കൂടി 8195 രൂപയും പവന് 80 രൂപ കൂടി 65,560 രൂപയുമായി.